അത്തരം വേദികളിൽ എന്താ അങ്ങനെ ഉർവശിക്ക് എന്താ ഇങ്ങനെ കൊടുത്തത്? അവരായിരുന്നില്ലേ കൊടുക്കേണ്ടത്? കാരണം അതൊരു സാധാരണ കാര്യമില്ല. പലർക്കും തോന്നും അത് വില കുറഞ്ഞ അവാർഡാണെന്ന്. അല്ല, അത് ഏറ്റവും വില കൂടിയ അവാർഡാണ്. മറ്റൊരു അവാർഡ് ദാന ചടങ്ങിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടായിരുന്നിട്ടും എനിക്ക് അവാർഡ് തന്ന ചാക്കോച്ചനാണ്. വളരെ തെറ്റിദ്ധരിക്കും അദ്ദേഹം. ഞാൻ എന്നെ പോലെ ഒരു മെഗാസ്റ്റാർ, ഞാൻ എന്താ കൊമേഡിയനാണോ? മനസ്സിലായില്ലേ? അപ്പം മമ്മൂട്ടിക്കും മോഹൻലാലും അവാർഡ് എനിക്ക് തരാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് വല്ല മാനക്കേടും ഉണ്ട്. ഗൗരിയെ പോലെ ഒരാളുടെ നിന്ന് വാങ്ങിക്കാൻ എനിക്കൊരു മാനക്കേടും ഇല്ല. അതിൻ്റെ പേരാ ഉർവശി. അതിന് പ്രാധാന്യമില്ല. ഗൗരി എന്നുള്ള പേര്, പാർവതിയുടെ പേരുള്ളവരെ ഇവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു ചോദ്യം, ആ ചോദ്യം ചോദിച്ച ആളിനെ എനിക്കറിയാം. ഏറെമട്ടം പറഞ്ഞാണ്, എനിക്ക് ഉർവശിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കംഫർട്ട് വേറെ ആരുടെ കൂടെ ഉണ്ടാവില്ല. അത് കണ്ടിന്യൂ ചെയ്ത് ഇതുവരെയും പോകാൻ സാധിക്കുന്നു ഒരുപോലെ എന്ന് പറയുന്ന വലിയൊരു സംഭവമല്ലേ. ആ സീൻ ഡെവലപ്പ് ചെയ്യുമ്പം ഞാനില്ലെങ്കിൽ പോലും അയ്യോ അത് പൊടി അവന് ഇങ്ങനെ അഭിനയിച്ചാൽ നന്നായിരിക്കും, ആ ഡയലോഗ് പൊടി പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആവുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ കേരളത്തിലൊക്കെ ഈ കോമഡി ആർട്ടിസ്റ്റുകളുടെ അവാർഡ് സംസ്ഥാന സർക്കാർ ഇല്ലാതെയായി. അതില്ല, അത് ഇല്ല എന്ന് പറയുന്ന ഒരു വലിയ ഒരു മൈനസാണ്. അന്ന് ഞാനൊരു പറഞ്ഞൊരു വാക്ക് പറഞ്ഞായിരുന്നു, കൽപ്പന ചേച്ചിയുടെ പേരിൽ ഒരു അവാർഡ് എന്നുള്ളത്. അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ അത് ചേച്ചി തന്ന ഒരു ധൈര്യമാണ് എനിക്ക്. ആ പേരുകൾ എവിടെ വെച്ചാൽ ആ ഫ്രെയിം നന്നാവും വരെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഡയലോഗുകൾ അത് വേണ്ടായിരുന്നു വരെ മനസ്സിലാക്കാൻ കഴിയും. ഒരു ഡയറക്ടറുടെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ കാഴ്ചയാണ് ആ സിനിമ. അതിൽ ഈ ഫ്രെയിം പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെയും എനിക്ക് ഇഷ്ടമല്ല. രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. ഞാനും ചോദിക്കുകയാണ്, രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ടോ? എന്താ എന്നെ ഇവിടെ മടുത്തോ ഇന്നും? അത് കഴിഞ്ഞ് വന്നിട്ട് വെറും വയറ്റി ഇരിക്കുമ്പോഴാണ് 12:15 ഇലക്ഷന് നിൽക്കുമോ എന്നുള്ള ചോദ്യം. അതിന് പിന്നെ എന്തോ പറയണ മറുപടി. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ 2 അപ്പവും മുട്ടക്കറിയുടെ ശാപം നീ നേരെ കൊണ്ടടിയെന്ന്. ഇത് തിരുവനന്തപുരം പ്രസ് ക്ലബിലേക്ക് അയച്ചു കൊടുക്കും. ഒരു പടം എനിക്ക് അയച്ചു, ഒരു പടം അയച്ചു കാണിച്ചു കൊടുക്കാനാണ്. ഒരു അപ്പം മുട്ടക്കറിയുടെ കൊട്ടേഷൻ ഉണ്ട് പുള്ളിക്ക്. ഷോ ആ ഒരു ദുഃഖത്തിന്റെ കണ്ണീരായി. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ. നമസ്കാരം ജഗദമ്മ ചേച്ചി. എന്തോ സുഖല്ലേ? പിന്നെന്തോ. അപ്പോൾ വീണ്ടും ജഗദമ്മ വരികയാണ്. ഒന്ന് വന്നു, ഞാനന്ന് കണ്ടതാണ്. അതന്ന് അത്രമാത്രം നമുക്ക് പ്രഷറിൽ എത്തിയ, പക്ഷേ ഇത്തവണ അത് നമ്മൾ പൊളിക്കും. ഇല്ല, അന്ന് നമ്മൾ അങ്ങനെ ഒരു അങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ട കുറച്ച് പേര് കാണുന്ന അതിനുവേണ്ടി മാത്രമാണ് നമ്മളത് പടം ഇറക്കിയത്. പക്ഷെ ഇപ്പോൾ കറക്റ്റ് സമയമാണ്. എലക്ഷൻ ഇങ്ങനെ നിൽക്കുന്നു, പഞ്ചായത്ത് എലക്ഷൻ കഴിഞ്ഞു. അപ്പം ഒരു സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യമാണ് ഈ സിനിമ. സ്ത്രീ പ്രാതിനിധ്യമുള്ള ഒരു സിനിമയാണ് ആ സിനിമ. ഇപ്പോൾ പഞ്ചായത്ത് എലക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ഒത്തിരി പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ സംഭവങ്ങളെല്ലാം കോർത്തിണക്കിയ ഒരു സിനിമയാണ്. പ്രേക്ഷകരെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് കണ്ടാൽ അതൊരു മുതലാവും എന്നുള്ള ഉറപ്പോട് കൂടി തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ തുടങ്ങാൻ പോകുന്നത്. എനിക്ക് വിശ്വാസമുണ്ട് ആ സിനിമ. പക്ഷേ ഒരു സ്ത്രീ കഥാപാത്രത്തിന് മുൻഗണന നൽകിക്കൊണ്ടൊരു സിനിമയാണ് അല്ലേ. നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട് കൗതുകം ജഗദമ്മ അല്ലേ. നമ്മൾ നാട്ടുമ്പുറത്ത് നമ്മുടെ തൊട്ട അയൽവാസി ജഗദമ്മ ചേച്ചി എന്ന് വിളിച്ചിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നത് അല്ലേ. അല്ലെങ്കിൽ വീട്ടിൽ കുടുംബക്കാരുണ്ടാവും പഴയ ജഗദമ്മ എന്ന് വിളിക്കുന്ന. ഈ ഒരു പേരിലുള്ള കൗതുകം എത്രമാത്രം ഉർവശി ചേച്ചിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്? പണ്ട് മുതലേ എൻ്റെ സിനിമകളിലെല്ലാം പേരുകൾ ഒരുവിധം പോപ്പുലറല്ലേ. സ്നേഹലത, കനകപ്രഭ, പിന്നെ ആനന്ദവല്ലി, തലേണ മന്ത്രത്തിലെ കാഞ്ചന, സുലോചന, നാട്ടുമ്പുറത്തെ പേരുകളാണ് എല്ലാം. ചന്ദ്രിക. അല്ലാതെ മോഡേൺ പേരുകളിലുള്ള ക്യാരക്ടേഴ്സ് വളരെ കുറവായിരുന്നു എനിക്ക്. അതുപോലെ ജഗദമ്മ എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര സെൻറ്റിമെൻസ് ഉള്ള ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. കുറച്ച് പേരുകൾ ആലോചിച്ചപ്പോൾ എനിക്ക് ആൻറ്റിയോടുള്ള സ്നേഹം കൊണ്ടെന്ന് ജഗദമ്മ എന്നാക്കിയാൽ എന്താ എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ജഗദമ്മ ഉണ്ട്. ഇലക്ഷനൊക്കെ നിന്നൊരു ജഗദമ്മ. അപ്പോൾ പടത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഞങ്ങൾ ജഗദമ്മയെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പം അത് ജഗദമ്മയെ മെയിനായിട്ട് വെച്ച് ഒരു സിനിമയല്ല നമ്മൾ ആലോചിച്ചത്. നാട്ടുമ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധാരണ ആ ഒരു പഞ്ചായത്ത് തലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിൻ്റെ ഡയറക്ടറും എൻ്റെ ഭർത്താവുമായിട്ടുള്ള ശിവപ്രസാദ് അദ്ദേഹത്തിന്
അതിലെ കുറേ കഥാപാത്രങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ച് വന്ന് അങ്ങനെ ഒരു സിനിമ ആയതാണ്. ഇപ്പം അറിയാം, ഹൈദരാബാദൊക്കെ അറിയാം ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അങ്ങനെ വന്ന് ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ സിനിമയിൽ ഇങ്ങനെ ചെറുതി കിടക്കും. അതെ അതെ അതെ. അങ്ങനെ ജഗദമ്മ അതിൽ ആ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീയെ മാത്രം എല്ലാവരും കൂടെ ആ സ്ത്രീയെ പൊക്കിക്കൊണ്ടുവന്ന് ചേച്ചി ഞങ്ങളുടെ ആളാവണം എന്നും പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരുന്നതായിട്ടാണ്. പക്ഷെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് എടുത്തിയാടി രാഷ്ട്രീയത്തിൽ വന്നാൽ പോരാ, അതിന് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു തഞ്ചം വേണം, അറിവ് വേണം, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഒരു ക്ഷമയും കാര്യങ്ങളും ഒക്കെ വേണം. അല്ലാതെ എടുത്തിയാട്ടത്തിൻ്റെ പുറത്ത് രാഷ്ട്രീയത്തിൽ വന്നാൽ എന്താവും, സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരു സ്ത്രീ ആവുമ്പം എന്തെല്ലാം കാര്യങ്ങളാണ് അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ്. അതെ, അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഈ സിനിമ കാണേണ്ടതാണ്. കാരണം ഈ പറഞ്ഞത് ഏറ്റവും വലിയ പോയിന്റാണ്. സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ അനുഭവമായിരിക്കും. ആരെങ്കിലുമൊക്കെ പ്രേരിപ്പിച്ചു, ഞങ്ങളൊക്കെ പുറകെ കാണും എന്നൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് എടുത്തിയാടിങ്ങി വന്നിട്ട് പിന്നെ അവരൊക്കെ പുറകെ ആരും ഉണ്ടാവണമെന്നില്ല. അനുഭവിക്കേണ്ടത് നേരിടേണ്ടി വരുന്ന വിമർശനങ്ങളും അപമാനങ്ങളും എല്ലാം സ്വയം സഹിക്കേണ്ടി വരും. അപ്പോൾ എത്രമാത്രം പിടിച്ചു നിൽക്കുന്നു, ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇല്ല എനിക്ക് പോയാൽ മതി. അപ്പം ജഗദമ്മയെ സംബന്ധിച്ച് ആരോരുമില്ലാത്തൊരു സ്ത്രീയാണ്. അപ്പം കുറച്ച് കൂടെ ഉള്ളവരെ മാത്രം വിശ്വസിച്ച് എടുത്തി ആടിപ്പോയി. പിന്നെ കിടന്ന് തപ്പുന്നതൊക്കെ ഇതിനകത്ത് അതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കറക്റ്റ് നമുക്ക് ഒരുപാട് പേരെ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഒരുപാട് പേര് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ഇലക്ഷൻ, ഇപ്പം പാർലമെന്റ് തദ്ദേശ സ്വയംഭരണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ചില ആളുകളെ കാണുന്നുണ്ട്. ഈ പറഞ്ഞ കഥാപാത്രങ്ങളാണ് അത്. അതെ, ഈ സെയിം കഥാപാത്രങ്ങൾ. ഈ സ്ത്രീകൾ പണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലായിരുന്നു, പിന്നീടാണല്ലോ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ, അടുക്കളയിൽ നിന്നും സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് വലിയ വാർത്താ പ്രാധാന്യമായിരുന്നു. പക്ഷെ ഇപ്പൊ സ്ത്രീകൾ ഇഷ്ടംപോലെ രാഷ്ട്രീയത്തിലേക്കാണ്. പക്ഷെ അവരെ നിർബന്ധിച്ച് വരെ നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആളെ കിട്ടാതെ വരും പാർട്ടികൾക്ക്. അവിടെ നിന്ന് പോയിട്ട് നിന്നോളും. അത് ഈ പാഠത്തിൽ സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അനുഭവങ്ങൾ. ചിലർ ഭർത്താക്കന്മാരായിരിക്കും, കാരണം അവർ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും പുറകിൽ അദ്ദേഹം ഉണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നും പറഞ്ഞ് അവരായിരിക്കും പ്രേരിപ്പിച്ച് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ സ്ത്രീ അടുക്കള മാത്രം അറിയാവുന്ന ഈ സ്ത്രീക്ക് ഭർത്താവ് പറഞ്ഞ് രാഷ്ട്രീയപരമായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ ഇവർ എടുത്തിയാടി നേരിട്ട് അനുഭവിക്കുമ്പം ഇവർക്ക് അങ്ങോട്ടും പോകാൻ വയ്യ ഇങ്ങോട്ടും വരാൻ വയ്യ എന്നുള്ളൊരവസ്ഥ അനുഭവിക്കുന്ന കുറേ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടൻ ഇഷ്ടമാണെന്നും പറഞ്ഞാൽ വന്നത്, ചേട്ടൻ ഉണ്ട് പുറകില്ല. പക്ഷേ ആൾക്കാരിങ്ങനെയൊക്കെ പറയുമ്പം കുടുംബശ്രീയിലെ ഉള്ളവരൊക്കെ എന്നെ കളിയാക്കുന്നു, ഇവിടെ ഉള്ളവരൊക്കെ എന്നെ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ ഇവർക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അങ്ങനെയൊക്കെയുള്ള പിന്നെ കുറേ പേരെ നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. അതൊക്കെ ഉണ്ട്. പക്ഷേ ഡയറക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ഭർത്താവാണ് ഡയറക്ടർ, അദ്ദേഹത്തിന് അനുഭവം ഉണ്ടാവും. അല്ല, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ഒത്തിരി സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് അദ്ദേഹം കണ്ട ക്യാരക്ടേഴ്സ്, അദ്ദേഹം കണ്ട നാട്ടുംപുറം, അദ്ദേഹം കണ്ട പല കാര്യങ്ങളുമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് കൃത്രിമമായിട്ടും മറ്റു കാര്യങ്ങളൊന്നും മനഃപൂർവ്വം സിനിമാറ്റിക്കായിട്ട് ചേർത്തിട്ടില്ല. നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പലതും ഇങ്ങനെ പറയും, എൻ്റെ നാട്ടിൽ ഇതാ ഇങ്ങനെ, എൻ്റെ നാട്ടിൽ ഇങ്ങനെ, അതൊക്കെ പറഞ്ഞ് വന്ന ഒരു സംഭവമാണിത്. അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. അതെ, ആ സിനിമ ഉണ്ടാവുന്ന സമയത്ത് ശിവൻ ചേട്ടൻ പുറത്തു പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ശിവേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സിനിമ ആകുവാണല്ലോ, വൈഫിൻ്റെ അടുത്ത് ഋഷിയോട് പറയാം, ആ ക്യാരക്ടർ ഉണ്ടല്ലോ അവൻ ഇങ്ങനെയാട്ടെ എൻ്റെ അടുത്ത് പറയുക, നിങ്ങൾ ഈ സിനിമ ഉണ്ടാകുന്നത് ഒത്തിരി ചർച്ച ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചർച്ച ചെയ്തതിൽ ഒരു രസകരമായ മുഹൂർത്തം ഏതായിരിക്കും ഓർത്തെടുക്കുകയാണെങ്കിൽ? ഇല്ല, ചർച്ചയിലൊന്നും എനിക്ക് വലുതായിട്ട് പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ വേറെ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു. ഈ സിനിമയുടെ ടീമുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അസോസിയേറ്റും പിന്നെ മറ്റുള്ളവരും ഒക്കെ ആയിട്ടാണ് ഡിസ്കസ് ചെയ്തതും. പിന്നെ കുറേ പേരെ ട്രിവാൻഡ്രം സ്ലാങ്ങിന് വേണ്ടി മാത്രം ഓഡിഷൻ നടത്തി. ഫുൾ ട്രിവാൻഡ്രം എന്നൊരു പശ്ചാത്തലമാണ്, തിരുവനന്തപുരം സ്ലാങ് ഉപയോഗിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ തന്നെ ചൂസ് ചെയ്തു. ഒരുപാട് പേര് 1800-ഓളം പേരെങ്കിലും മിനിമം അങ്ങനത്തെ നാട്ടിൻപുറത്തെ ക്യാരക്ടേഴ്സായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതിലൊരാൾ പോലും ഒരു വടക്കൻ ശൈലി വരുന്ന ആളിനെ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ടിപ്പിക്കൽ ട്രിവാൻഡ്രം ഒരു കുറച്ച് ഉള്ളോട്ടുള്ള സ്ലാങ് ആണ്. അത് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അത് ആണ് ഇതിനകത്തൊരു ഏറ്റവും വലിയ കൗതുകമുള്ളൊരു കാര്യം. അതിനുവേണ്ടി അവിടെ നിന്നുള്ള ആളുകളെ ഓഡിഷൻ ചെയ്ത് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതെ, കുറേ പേര്. ഓരോ കഥകളിലും ഓരോ കഥാപാത്രങ്ങളും വ്യത്യസ്തമാണ് ചേച്ചിയുടെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇങ്ങനത്തെ പേരുകൾ പല സിനിമയ്ക്കും ഇങ്ങനത്തെ മോഡേൺ പേരുകൾ ഇങ്ങനത്തെ പേരുകളായിരുന്നു പറയും. ഇതൊരു നാടൻ സ്റ്റൈലാണ്. ഈ നാടൻ സ്റ്റൈൽ ഒത്തിരി ചെയ്തിട്ടുമുണ്ട്.
ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്, രസകരമായ മുഹൂർത്തങ്ങൾ തരുന്നുണ്ട് നിങ്ങൾ ഓരോ ജോഡികൾ. ഇതിൽ പറയുമ്പം ഒരു ഇലക്ഷനുമായിട്ട് ബേസ് ചെയ്ത് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സ്ത്രീയുടെ കഥാപാത്രമാണ്. അത്തരമൊരു സ്ത്രീകൾ, ചേച്ചിക്ക് പരിചയമുള്ള സ്ത്രീകൾ എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലേക്ക് ഒരു സ്ത്രീയുടെ പേര് പറയാൻ ആരെ പറയാൻ പറ്റും? ഇല്ല, ആരുടെയും ഒരാളിൻ്റെ പേരെടുത്ത് പറയാൻ പറ്റില്ല, അത് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളാവുമ്പം. പക്ഷെ അതല്ലാതെ ഒരുപാട് പേരെ നമുക്ക് പേഴ്സണലായിട്ട് പരിചയമുള്ളവരുണ്ട്, പല സമയങ്ങളിലായിട്ട് പരിചയപ്പെട്ടവർ. അത് കുറേ മുമ്പൊന്നും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവില്ല. ഇപ്പം എന്താ, ഇവരുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടല്ലോ, ഇവർക്ക് വേണ്ടെങ്കിൽ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് വന്നാൽ പോരെ, എന്തിനാ അവർ നിർബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നേ എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ പിന്നെ 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 വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നു ഒരിക്കൽ പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും ബൈ ബൈ എന്നും പറഞ്ഞ് വരാൻ പറ്റുന്നൊരു ഒരു ഏരിയ അല്ല ഇത്. ഇപ്പം മറ്റേ ഒരു മേഖലയും പോലെ അല്ല, എനിക്കിവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല ഓക്കെ എന്നും പറഞ്ഞ് വരാൻ പറ്റുന്നൊരു സംഗതിയല്ല ഇത്. ഒരിക്കൽ ഇതിലേക്ക് ഇറങ്ങി മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടു പോയാൽ എപ്പോഴും അതിങ്ങനെ കിടക്കും എന്ന് പറഞ്ഞതുപോലൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് എടുത്തിയാടി വരരുത് എന്ന് പറയുന്നത്. വീട്ടിൽ ഭർത്താവ്, ലൊക്കേഷൻ വരുമ്പോൾ ഡയറക്ടർ, രണ്ടും രണ്ടാ. എങ്ങനെയാണ്? കുഴപ്പമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രൊഫഷൻ ആയതുകൊണ്ട് ഞാൻ അതാണ്. പിന്നെ എല്ലാം സീനുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പലതും ശ്രദ്ധിക്കാറില്ല, കാരണം അറിയില്ല. അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമയായിട്ട് വരികയാണ്. അപ്പം അതിൻ്റെ പേരിലുള്ള ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതൊക്കെ സ്ഥിരമായിട്ട് ഒക്കെ ഉണ്ടാവും. അത് ചിലതൊക്കെ അദ്ദേഹത്തിന് പിന്നെ മനസ്സിലാവും, ശരിയാണ് അത് അറിയത്തില്ലല്ലോ എന്നുള്ളതാണ്. നമ്മുടെ സിനിമ എൻ്റെ സ്വാതന്ത്ര്യമാണ്, എനിക്ക് എടുക്കുന്നതെന്ന് വരാം. പക്ഷേ പുറത്തോട്ട് വന്നിരുമ്പം ചില സീനിലത് അത്രയും വേണ്ട എന്ന് തോന്നും. അത് അങ്ങനെയുള്ള ചില തർക്കങ്ങളൊക്കെ വരും. അല്ലാതൊരു ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു ആനുകൂല്യത്തിലൊന്നും അങ്ങനൊന്നും വർക്ക് ചെയ്തിട്ടില്ല, അതൊന്നുമില്ല. ഡയറക്ടർ തന്നെയാണ്, അത്രേ ഉള്ളൂ. അല്ല, ഈ ഒരു കാര്യം ഇപ്പോൾ ചേച്ചി തുറന്നു പറഞ്ഞതാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്ടർ, അതിൻ്റെ ഒരു പോരായ്മകളുണ്ടായിരുന്നു. പക്ഷെ ആ കാര്യത്തിൽ ഞങ്ങൾ തർക്കങ്ങളുണ്ട്. നമ്മൾ ആളുകളായിട്ട് സിനിമാ മേഖലയിൽ നിൽക്കുന്നതാണ്. എവിടെ വെച്ചാൽ ആ ഫ്രെയിം നന്നാവുന്ന വരെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഡയലോഗുകൾ അത് വേണ്ടായിരുന്നു വരെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനത്തെ തർക്കങ്ങളുള്ളത് സിനിമയ്ക്ക് വിജയമാണ്. അതെ, ഞാൻ ഫ്രെയിമിനെ പറ്റിയൊന്നും ഒരിക്കലും പറയാറില്ല. എനിക്ക് ഒരു ആർട്ടിസ്റ്റും ഇങ്ങനെ ഡയറക്ടറുടെ നോമിനേറ്റ് ചെയ്ത് നിന്നിട്ട് ഫ്രെയിമിനെ കുറിച്ചൊന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല പേഴ്സണലായിട്ട്. അതിപ്പോൾ ആരായാലും വേറൊരു ആക്ടർ അങ്ങനെ സംസാരിച്ചാലും ഞാൻ പറയും, നിങ്ങൾ ഫ്രെയിമൊന്നും വയ്ക്കാൻ നിൽക്കരുത്. ഒരു ഡയറക്ടറുടെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ കാഴ്ചയാണ് ആ സിനിമ. അതിൽ ഈ ഫ്രെയിം പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെയും എനിക്കിഷ്ടമല്ല. വ്യക്തിപരമായിട്ട് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. സീനിൻ്റെ ഡയലോഗിനെ കുറിച്ചോ കണ്ടന്റിനെ കുറിച്ചോ പെർഫോമൻസിനെ കുറിച്ചോ ഒരു ഡയറക്ടറോട് സംസാരിക്കാൻ, ഡിസ്കസ് ചെയ്യുക, അതെന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ ഫ്രെയിം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെക്കൂ, അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ട്രോളിങ് ഇവിടുന്ന് ഇങ്ങോട്ടിടൂ, അതൊന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല. അതെൻ്റെ പണിയല്ല. അത് പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്യണോ? അത് എനിക്ക് ഫ്രീഡം ഉണ്ടല്ലോ, എനിക്കൊരു പടം എടുത്ത് ഞാനങ്ങ് ഡയറക്റ്റ് ചെയ്താൽ പോരെ. അതൊരു അബ്സല്യൂട്ട്ലി ഒരു സംവിധായകൻ്റെ മാത്രം കലയാണത്, അവരുടെ കാഴ്ചയാണ്. അതിൻ്റെ നല്ലതും ചീത്തയൊക്കെ അവരനുഭവിച്ചുകൊള്ളുക, അവരത് ഏറ്റെടുത്തോളുക. ഞാൻ എൻ്റെ പെർഫോമൻസ്, എൻ്റെ ക്യാരക്ടർ, അതിനകത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടി തർക്കിക്കുകയോ പറയുകയൊക്കെ ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് ഫിലിം ഒരു എൻ്റെ ഡൗട്ട് ചോദിക്കും, പറയും, അത്രയേ ഉള്ളൂ. ആ തർക്കങ്ങൾ നല്ലതിനാവുകയാണ്. അത് തീർച്ചയായിട്ടും. അല്ലാതെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ ക്യാരക്ടർ ഇങ്ങ് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനൊന്നുമില്ല. നമ്മുടെ ക്യാരക്ടർ മോശമായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ക്യാരക്ടർ കുറച്ച് നെഗറ്റീവാണ്, ഓക്കെ, കുറച്ചുകൂടെ നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അല്ലാതെ ഇല്ല അത് നെഗറ്റീവായാലും അതെങ്ങനെയാണ് അന്നൊന്നുമില്ല. പക്ഷെ ഫ്രെയിം പറയാറില്ല, ക്യാമറ ആംഗിൾ പറയാറില്ല, അതൊന്നും എനിക്കിഷ്ടമല്ല. ഓരോ സിനിമയിൽ നിന്നും അടുത്ത യാത്രയിലാണ്. ഇപ്പം കുറേ നാളുകളായിട്ട് ഇപ്പം നല്ല സിനിമകളിലാണ് അഭിനയിച്ച് വരുന്നത്. സിനിമ വീണ്ടും ഉർവശി ചേച്ചി ആക്റ്റീവ് ആക്കിയിരിക്കുകയാണ്. ഒരിടയ്ക്ക് ആക്റ്റീവ് ആകാതെ ഇരുന്ന സമയത്ത് ഒത്തിരി നമ്മൾ വീടുകളിൽ മാത്രമായി, ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഒത്തിരി ആളുകൾ, പുതിയ തലമുറ വരുന്നുണ്ട്, തലമുറ മാറ്റത്തിലേക്കാണ്. അന്നും ഇന്നും ഉർവശി ചേച്ചി ഇങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ആ പ്രേക്ഷകർ ഇഷ്ടമാണ്. പ്രേക്ഷകർ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഒരു ഡയറക്ടറാണെങ്കിൽ വിളിക്കുന്നതും ഒരു പ്രൊഡ്യൂസറാണെങ്കിൽ വരികയും ചെയ്തത്. ആ ഒരു തലമുറ മാറ്റത്തെ എങ്ങനെ കാണുന്നുണ്ട് ഇപ്പോഴത്തെ തലമുറയെ? എനിക്ക് വളരെ വളരെ ഹെൽത്തി ആയിട്ടാണ് തോന്നുന്നത്. കാരണം ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ എഴുതാൻ ആളുണ്ട്. ആർട്ടിസ്റ്റ് ഇല്ല എന്ന് തോന്നുമ്പം ആ ഭാഗം ഇങ്ങനെ അടഞ്ഞു പോകും. ഇപ്പോൾ കൽപ്പന ചേച്ചിയെ പോലെ ഒരാളില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹ്യൂമർ ഏരിയ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ക്യാരക്ടർ രൂപപ്പെടുത്താം എന്നുള്ളൊരു അധ്യായം അടഞ്ഞു പോവുകയാണ്. അപ്പം ഒരു പടത്തിൽ പുരുഷന്മാരുടെയൊക്കെ കോമഡി ഉണ്ടാവും, അതിനിടയ്ക്ക് ഒരു ഇന്നസെൻ്റ് ഒരു കോമഡി ക്യാരക്ടർ ഒരു ഫീമെയിൽ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കഴിവുള്ള ചിലരുണ്ട്. പക്ഷെ അവരെ വെച്ച് അങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് മലയാളത്തിൽ നിന്ന് ഇപ്പം
ഇല്ലാത്തത് അങ്ങനെ ഒരു ഒരു ഇല്ല, ശൂന്യതയാണ് ഇല്ല, ഇല്ലാത്തത്. ഇല്ല. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അതൊരു ആ ഒരു ഏരിയ മാത്രമാണ് മലയാളത്തിൽ നിന്ന് ഏറ്റവും വലിയ നഷ്ടമായിട്ട് കിടക്കുന്നത്. അതിനെ കൊണ്ടുവരാൻ യങ്സ്റ്റേഴ്സായിട്ടുള്ള ആർട്ടിസ്റ്റിൽ നിന്ന് അങ്ങനെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ അവർ സ്വയം അതിനുവേണ്ടി ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. ആ ഒരു ഭാഗം ഇല്ല. അല്ല, അത് ശരിയാണ് ചേച്ചി. ഇപ്പോൾ പറയുന്ന ഒരു സിനിമയിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇല്ല ഒരാളിൻ്റെ അഭാവം. കാരണം ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇമേജ് വെച്ച് അവർ വരുമ്പോൾ തന്നെ ചിരിക്കാൻ റെഡി ആയിട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ഒരു ക്യാരക്ടർ. എത്രയോ സിനിമകളായിരുന്നു അല്ലേ? അത് ഇല്ല. മറ്റേ ആ കുട്ടിയുടെ പേരെന്തുമായിരുന്നു? നിവിൻ്റെ കൂടെ അഭിനയിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും പേര് സു എന്നാണ്. സുമേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആട് പടത്തിൽ തേപ്പുകാരിയായിട്ട് ഒക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു സൃന്ദയാണെന്ന് തോന്നുന്നു. സൃന്ദ എന്ന് പറയുന്നത് ആടിലും ഒക്കെ വരുന്നുണ്ട്. കുറേ പടത്തിൽ സീരിയസും ചെയ്തിട്ടുണ്ട് ആ കുട്ടി. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതെ, അപ്പൊ ഇനി അങ്ങനെയുള്ള ആളുകൾ ഇനിയും ഉണ്ട് എന്നാണ് മലയാളത്തിൽ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തേണ്ട ഒരു ബാധ്യതയുണ്ട്. അല്ല, അങ്ങനെയുള്ളവരെ വെച്ചിട്ട് ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല സ്കോപ്പുണ്ട്. ആടിലൊക്കെ അവരെ ഒന്നും ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ശരിക്കും അതിലൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യായിരുന്നു. അവർ എന്താ പറയുക, പടത്തിൽ ഇപ്പോൾ കാണുന്നില്ല അവരെ അധികമായിട്ട്. അവർക്ക് അങ്ങനത്തെ നല്ല ഹ്യൂമർ ക്യാരക്ടേഴ്സ് കൊടുത്താൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു ഇന്നസെൻ്റായിട്ട് രസകരമായിട്ട് അവർ ചെയ്യും. സീരിയസും ചെയ്യാൻ അവർക്ക് കഴിവുണ്ട്. പക്ഷെ ഹ്യൂമർ എന്ന് പറയുമ്പോൾ ആ ഒരു സംഗതി ചെയ്യാൻ ഇല്ല ആരും. പക്ഷെ പുരുഷന്മാർ വരുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് താനും. അത് നായകന്മാർ തന്നെ കോമഡിയിലേക്ക് മാറുന്ന കാലഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയായിട്ട് അങ്ങനെ ഒരു ആളിനെ നമുക്കൊരു നിറവോടുകൂടി കാണാൻ പറ്റുന്നില്ല. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ആ ഒരു നഷ്ടം നികത്താത്തതിൻ്റെ ഉള്ള ഒരു ദുഃഖം ചേച്ചിയുടെ മുഖത്തുനിന്ന് സംസാരത്തിന് മനസ്സിലാകുന്നു. അത് ഇപ്പൊ എനിക്കും അത് പേഴ്സണൽ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാനും അത്രയും ചിന്തിച്ചോട്ടോ. ശരിയാണ്, ഇല്ല എന്നുള്ള കറക്റ്റാണ്. അത് ഈ മലയാള ഭാഷയിൽ മാത്രമാണ് അങ്ങനെ ഒരാളുടെ ഇപ്പം കൽപ്പന ചേച്ചിയുടെ ഒരു സംഭവം നമുക്ക് നികത്താൻ പോലും കഴിയാം. മലയാള സിനിമ മറ്റു ഭാഷയിലും അങ്ങനെ ഉള്ളതായിട്ട് ഇല്ല മറ്റു ഭാഷകളിലൊക്കെ അത്യാവശ്യം ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ കോയ സാറിന് മാത്രമല്ല, തമിഴിൽ അതുപോലെ ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകൾ അതുപോലെ ഇങ്ങനെ നല്ല ഹ്യൂമറിന് വേണ്ടി ധാരാളം പേര് വരുന്നുണ്ട്. പല ഷോയിലുള്ള ആൾക്കാരെ അങ്ങനെ ഇതിലേക്ക് അങ്ങനെ മാറി വരുന്നുണ്ട്. പക്ഷേ മലയാളത്തിൽ അങ്ങനെ കാണുന്നില്ല. അതൊരു വലിയൊരു നഷ്ടം തന്നെയാണത്. ഉർവശി പറയുമ്പോൾ തന്നെ കൽപ്പന ചേച്ചി ഓരോ സിനിമകൾ നമ്മുടെ മുന്നിലേക്ക് എത്രയോ സിനിമകളല്ലേ. കാരണം അതൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സട്ടയറായിട്ടുള്ള കാര്യങ്ങൾ ആ ക്യാരക്ടറിനെ കൊണ്ട് പറയിക്കാം. ആ ക്യാരക്ടർ പറയുമ്പോൾ അതിൽ കുഴപ്പമുണ്ടാവില്ല. അതൊക്കെയാണ് അതിലെ ഒരു പ്ലസ് പോയിന്റ്. അതില്ല എന്ന് പറയുന്ന ഒരു വലിയ ഒരു മൈനസാണ്. തീർച്ചയായിട്ടും. എനിക്ക് അന്ന് ഞാനൊരു പറഞ്ഞൊരു വാക്ക് പറഞ്ഞായിരുന്നു, കൽപ്പന ചേച്ചിയുടെ പേരിൽ ഒരു അവാർഡ് എന്നുള്ളത്. അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൽപ്പന ചേച്ചി അതിൻ്റെ വോട്ടിംഗ് നടക്കുവാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഷിപ്പിൽ വെച്ച് അതിൻ്റെ ലോഞ്ച് കടന്നു. അപ്പം നമ്മളും ആ കൽപ്പന ചേച്ചിയുടെ പേരിൽ അവാർഡ് ഒരു കോമഡി ആർട്ടിസ്റ്റിന് കൊടുക്കണമെന്നായിരുന്നു നമുക്ക്. പക്ഷേ നമുക്ക് നോക്കിയപ്പം ഈ 2025 ഇറങ്ങിയ സിനിമയിൽ കോമഡി ഫീമെയിൽ ഇല്ല. അപ്പം നമ്മൾ കൽപ്പന ചേച്ചിയുടെ പേരിൽ അവാർഡ് പ്രഖ്യാപിച്ച് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിനാണ്. അങ്ങനെ ആ അവാർഡ് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചേച്ചി. ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഏപ്രിലാണ് അതിൻ്റെ ഷോ നടത്തുന്നത്. വോട്ടിംഗ് ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അത് കൽപ്പന ചേച്ചിയുടെ പേരിലാണ്. അന്ന് എന്നോട് ചേച്ചി പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അതുകൊണ്ട് അവാർഡിന് മൊത്തത്തിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ആളുകളുടെ പേരുകൾ വെക്കാൻ പറ്റി. മികച്ച നടൻ ശ്രീനിച്ചേട്ടൻ്റെ പേരിലാണ് ഞാൻ കൊടുക്കുന്നത്. സൂപ്പർ. മികച്ച ജനപ്രിയ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്നത് സിദ്ദീഖിൻ്റെ പേരിലാണ്, ഷാഫി സാറിൻ്റെ പേരിൽ, ഇങ്ങനെ ആളുകളുടെ പേരിൽ. മികച്ച സഹനടന് ഞാൻ ഇപ്പം മരിച്ച നമ്മുടെ നവാസിൻ്റെ പേരിലാണ് അവാർഡ് കൊടുക്കുന്നത്. അങ്ങനെ അത് ചേച്ചി തന്ന ഒരു ധൈര്യമാണ് എനിക്ക് ആ പേരുകൾ എടുക്കാൻ പറ്റി. അന്ന് ചേച്ചി പറഞ്ഞ സാധനം കൽപ്പന ചേച്ചിയുടെ പേരിൽ 1-2 ടോക്സിൻ്റെ അവാർഡിൽ ഒരു പേര് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും കൂടെ ചേച്ചിയുടെ അടുത്ത് അറിയിക്കുകയാണ്. സൂപ്പർ. ഏപ്രിലാണ് അതിൻ്റെ പരിപാടി നടക്കുന്നത്. വോട്ടിങ് പബ്ലിക് വോട്ട് ചെയ്തെടുക്കുന്ന ആളുകൾക്കാണ് കൊടുക്കുന്നത്. നന്നായി നല്ല കാര്യം, എന്തായാലും നല്ല കാര്യം. അത് ചേച്ചി അന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇതൊന്നും ഓർമ്മ പോലും വരില്ലായിരുന്നു. വളരെ നന്നായി അലി, അത് വളരെ നന്നായി. കാരണം അതൊക്കെ ആൾക്കാർ അത് അംഗീകരിക്കുകയും ചെയ്യും. അതിനുവേണ്ടി കാത്തിരിക്കും. കാരണം അങ്ങനെ ഒരു പുരസ്കാരം അങ്ങനെ ഉള്ളപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ പരിശ്രമിക്കും. നമുക്കങ്ങനെ ഒരു അംഗീകാരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പരിശ്രമിക്കും. അതൊരു വലിയ കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇടവേള ബാബു നമ്മുടെ ഷോ ഡയറക്ടറായിട്ട് വേണം എത്രയോ ഷോ ചെയ്താണ്. ഇടവേള ബാബു ചേട്ടൻ വരെ ഇതെന്താണെന്ന് എന്നോട് ചോദിച്ചു. ഇങ്ങനെ ഞാൻ ഒരു ഉർവശി ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് കൽപ്പന ചേച്ചിയുടെ പേരിൽ ഒരു അവാർഡ്.
അങ്ങനെ എടുത്ത് അന്നൊരു ഞാൻ ഷിപ്പിൽ കൊണ്ട് ലോഞ്ച് ചെയ്യുമ്പോൾ 100-200 പേരുണ്ട്. അവർ കൽപ്പന ചേച്ചിയുടെ പേര് വരുമ്പോൾ ഒരു കയ്യടി ഉണ്ടായിരുന്നു ചേച്ചി അവിടെ നിന്ന്, നമ്മൾ ഓർത്തെടുത്തു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് പറയുവാണ്, ഞാൻ കൽപ്പന ചേച്ചിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ പറയുകയാണ്. ഈ ഇടയ്ക്ക് ചേച്ചിക്ക് ഈ ഇടയ്ക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ അവാർഡ് കിട്ടിയ കോമഡി അവാർഡ് കിട്ടിയത് ഭയങ്കര സന്തോഷം. അയ്യോ, ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു, ഹാപ്പിയായി എനിക്ക്. എല്ലാ പുരസ്കാരവും വാങ്ങിച്ചു. എന്തോരം പുരസ്കാരം വാങ്ങിയിട്ടുണ്ട്. എത്ര പടത്തിൽ ഞാൻ നല്ല കോമഡി ചെയ്തു, അതിന്റെ പേര് ഒരു പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടില്ലോ ദൈവമേ, ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം അതൊരു സാധാരണ കാര്യമില്ല. പലർക്കും തോന്നും അത് വില കുറഞ്ഞ അവാർഡാണെന്ന്. അല്ല, അത് ഏറ്റവും വില കൂടിയ അവാർഡാണ്. പക്ഷെ അതെന്താ തരാത്തത്? ഇത്രയും നന്നായിട്ട് ഹ്യൂമർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കിട്ടാത്തതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ അത് കൃത്യം എനിക്ക് കിട്ടി ആ സിനിമയിൽ, അതും സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ്. ആയി, സന്തോഷമായി. കേരളത്തിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതാ ചേച്ചി അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോഴാണ് നമ്മൾ അതിലേക്ക് ഇത്രയും സന്തോഷം വേറെ അവാർഡിന് ഉണ്ടായിട്ടില്ല ചേച്ചിക്ക്. സത്യം സത്യം, അത് വലിയൊരു അംഗീകാരമായിട്ട് തന്നെ. കേരളത്തിലൊക്കെ ഈ കോമഡി ആർട്ടിസ്റ്റുകളുടെ അവാർഡ് സംസ്ഥാന സർക്കാർ ഇല്ലാതെയായി. അത് ഭയങ്കര കഷ്ടമാണ്. വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു അവാർഡാണത്. കാരണം അത് എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു മനുഷ്യനെ എൻ്റർടൈൻ ചെയ്യുന്ന സാധാരണ ഒരു കാര്യമേ അല്ല. അതിപ്പോൾ പലരും, ഗവൺമെൻറ് കുറ്റം പറഞ്ഞ കാര്യമില്ല, പലരും അതിനെ കുറച്ചാണ് കാണുന്നത്. കോമഡി ആർട്ടിസ്റ്റായിട്ട് എന്നെ എങ്ങനെ വിചാരിച്ചു, അതറിയാത്തതാണ്, അറിവില്ലാഴികയുടെ പേരിലാണ് അങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ 2 കൈ നീട്ടി ഇങ്ങനെ തലയ്ക്ക് മുകളിൽ കൈ കുമ്പിട്ട് വാങ്ങേണ്ട ഒരു അവാർഡാണത്. ഈശ്വര, അത് എനിക്ക് ആ ഭാവം നന്നായി വഴങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരു പുരസ്കാരം തരുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത്. ഞാനത് വളരെ സന്തോഷമായിട്ട് സ്വീകരിക്കും. അത് തിരിച്ചു വരേണ്ടതാണ് കേരളത്തിലും. തീർച്ചയായിട്ടും എല്ലാ ഭാഷയിലും വരേണ്ടതാണ്, എല്ലാ ഭാഷയിലും. തമിഴ്നാട്ടിൽ ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നോ? ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആ നகைச்சுவை നടികരും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതെ 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 അതെ. കേരളത്തിലാണ് ഇപ്പം മെയിലും ഇല്ല ഫീമെയിലും ഇല്ല. അല്ലത് അതിൻ്റെ പ്രധാന കാരണം അതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ സോ കോൾഡ് കോമഡി ചെയ്യുന്ന ആർട്ടിസ്റ്റാണെങ്കിൽ മാത്രമേ ഇത് കൊടുക്കാവൂ. അല്ലാത്തൊരാൾക്ക് കൊടുത്താൽ അതിനെ കുറച്ചിലായിട്ട് വിചാരിക്കും എന്നൊരു സത്യം കിടക്കുന്നതുകൊണ്ടാണ്. അത് ശരിയാണ്, അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പറയുന്ന അതേ അർത്ഥത്തിൽ മറ്റൊരു ആർട്ടിസ്റ്റും പറയില്ല. അല്ല, കൃത്യമാണ്. അയ്യോ, എനിക്കെന്താ എന്താ കോമഡി ഞാൻ അത്ര കുറഞ്ഞു പോയോ എന്ന് ചിന്തിക്കുന്ന ഒരു അത് തന്നെയാണ് ഭൂരിഭാഗം എന്നുള്ളത് കൊണ്ടാണ് കൊടുക്കാത്തത്. നമുക്ക് സുന്ദരമായിട്ട് നമുക്ക് എന്താ പിന്നെ മായാവിയിൽ ചെയ്ത മറ്റേ രാജമാണിക്യത്തിൽ ചെയ്ത ക്യാരക്ടർ, ആ മായാവി അതെല്ലാം അത് തന്നെയല്ലേ. അത്തരം ക്യാരക്ടേഴ്സിൻ്റെ കോമഡി നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന മമ്മൂട്ടി പടങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അവാർഡ് കൊടുത്താൽ അദ്ദേഹം അംഗീകരിക്കുമോ എന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല. ചിലപ്പം വളരെ തെറ്റിദ്ധരിക്കും അദ്ദേഹം. ഞാൻ എന്നെപ്പോലെ ഒരു മെഗാസ്റ്റാർ, ഞാൻ എന്താ കൊമേഡിയനാണോ എന്ന് പ്രതികരിക്കും. അത് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. അല്ലാന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്കൊക്കെ അദ്ദേഹത്തിന് അത് കൊടുത്ത് അദ്ദേഹം ഹൃദയപൂർവ്വം സ്വീകരിച്ചിരുന്നുണ്ടെങ്കിൽ എല്ലാ നായകന്മാരും സൂപ്പറായിട്ട് കോമഡി പെർഫോം ചെയ്യില്ലേ? ചാർലി ചാപ്ലിൻ എന്നൊരു നടനാണ് ഈ ലോകം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും. അല്ലാതെ ഫൈറ്റ് ചെയ്തതോ സൂപ്പർ പെർഫോമൻസ് ചെയ്ത ആളൊന്നും അല്ല ഇന്നും. കുട്ടികളുടെയും നമ്മളുടെ എല്ലാം നമ്മളടക്കമുള്ളവർ ഇരുന്ന് കാണും ചാർലി ചാപ്ലിൻ്റെ. ഒരു വാക്ക് പോലും സംസാരിക്കാതെ ലോകം കീഴടക്കിയത്. അല്ലാതെ വളരെ ഗൗരവത്തിൽ പെർഫോം ചെയ്ത ഒരു ആക്ടർ അല്ല ഇന്നും ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഭാഷയ്ക്ക് അതീതമാണ് ഹാസ്യം, ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണത്. അല്ല, മലയാളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ മെയിനായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ കോമഡിയിലേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സ്പടികൻ ജോർജ് ചേട്ടൻ്റെ ഇൻ്റർവ്യൂ എടുത്തു. സ്പടികൻ ജോർജ് ചേട്ടനെ അറിയുന്നത് സ്പടികൻ ജോർജ് അതെ, എല്ലാവർക്കും പോയാൽ അത് കഴിഞ്ഞ ദിവസം എടുത്ത ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു അത് തന്നെ പുള്ളി കോമഡിയിലേക്ക് പുള്ളിനെ കൊണ്ടുവന്നു. എത്ര പേര് ഹനീഫൊക്കെ എന്തായിരുന്നു ഭയങ്കര, അദ്ദേഹം എന്തുമാത്രം രസകരമായിട്ട് കോമഡി ചെയ്തു. പുള്ളി സന്തോഷമായിട്ടല്ലേ ചെയ്തത്. അതെ അതെ അതെ, എന്ത് കയ്യടിയായിരുന്നു. ബാബുരാജ് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ഉണ്ട മസിലും വെച്ച് ഇങ്ങനെ ഉണ്ടക്കണ്ണു കൊണ്ട് നിൽക്കുന്ന ഇദ്ദേഹം ആ കോമഡി മായാമോഹിനിയൊക്കെ കണ്ടിട്ട് എന്ത് രസമായിട്ടാണ് ബാബു അത് ചെയ്തത് അല്ലേ? അതൊക്കെ കുറച്ചിലാണ്. ഞാൻ ഭയങ്കര മസിലിനാണ്, ഞാൻ ഭയങ്കര ആളാണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടറേ ഉണ്ടാവത്തില്ല. ദിലീപിനേക്കാൾ ബെസ്റ്റ് റോൾ ചെയ്തിരിക്കുന്നത് ബാബുവാ. അതെ 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 അതെ, അല്ല നമ്മൾ ഓരോ പേരുകൾ ഓർത്തെടുക്കാൻ പറ്റി ഈ ഒരു വിഷയം വന്നപ്പോൾ എന്നുള്ളതാണ്. പിന്നെ അതൊരു വളരെ മൂല്യമുള്ളൊരു പുരസ്കാരമായിട്ട് നമ്മുടെ ആൾക്കാർ കണക്കാക്കണം അതിനെ. അങ്ങനെ ഒരു അവാർഡ് വീണ്ടും തിരിച്ചു വരികയും വേണം. തീർച്ചയായിട്ടും. അത് നമ്മളെന്തായാലും നമ്മുടെ അവാർഡിൽ നമുക്ക് ഫീമെയിൽ ഇല്ല, മെയിലിൽ കോമഡി ആർട്ടിസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഫീമെയിൽ നമുക്ക് കിട്ടിയില്ല 2020 സിനിമയിൽ. ചേച്ചി പറഞ്ഞ സിനിമയിൽ ഇല്ല, കിട്ടും. അടുത്ത കൊല്ലം കിട്ടുകയാണെങ്കിൽ അത് വരണം തീർച്ചയായിട്ടും. നമ്മൾ ഈ കാലാകാലം നമുക്ക് ജീവനുള്ളത്ര കാലം ഈ അവാർഡ്
നമ്മൾ കൊടുക്കുന്ന കൽപ്പന ചേച്ചിയുടെ പേരിലായിരിക്കും കേട്ടോ. അത് മാത്രം മാറില്ല, ബാക്കി ആളുകളെ മാറും. കൽപ്പന ചേച്ചിയുടെ പേരിലുള്ള നമ്മൾ ഇനി മാറ്റില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു. നന്നായി, ആ ഒരു അവസരം ചേച്ചിയാണ് എനിക്ക് തന്നതും അത് നന്നായി, നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. നന്നായി. അംഗീകാരത്തോടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ അവാർഡ് മേടിക്കാൻ പോയി, അവാർഡല്ല ഇതിൻ്റെ പത്രസമ്മേളനത്തിൽ പോയപ്പോൾ നല്ലൊരു വിവാദം, നല്ല കോമഡി ഇപ്പോൾ വർക്കായിട്ടുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. ഞാനും ചോദിക്കുകയാണ്, രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ടോ? എന്താ എന്നെ ഇവിടെ മടുത്തോ ഇന്ന്? അതാണോ കാര്യം? ഓ മടുത്തോണ്ടല്ല. വല്ല രാഷ്ട്രീയത്തിലൊക്കെ പോയി അവിടെ കാണിക്കും. അവിടെ പോകുമ്പോഴായിരിക്കും ഏറ്റവും യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല കോമഡി ആർട്ടിസ്റ്റിനുള്ള സമ്മാനം കിട്ടുന്നുള്ള പോലെ. തമിഴ്നാട്ടിലൊക്കെ ആകുമ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് സിനിമാക്കാർ ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ ചേച്ചി തമിഴ്നാട്ടിൽ സെറ്റിലൊക്കെ ആണല്ലോ, അതുകൊണ്ട് വല്ല പാർട്ടി തമിഴ്നാട്ടിൽ അമ്മ ഉണവൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങളെന്താ അത് നടത്താത്ത? എന്തെല്ലാം കാര്യങ്ങൾ തമിഴ്നാട്ടിൽ നടത്തുന്നു. 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്നു. എന്തോ വിൽക്കാത്ത? റേഷനരിക്ക് 1 രൂപയുള്ളൂ അവിടെ. അതുമെല്ലാം ചെയ്യുന്നുണ്ടോ നിങ്ങളിവിടെ? പിന്നെ ഇത് മാത്രം ചോദിക്കുന്ന എന്തത്തിനാ? ചേച്ചിക്ക് അതിനൊരു സ്വാധീനം. അത് ആ സ്വാധീനത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വരും. അപ്പോഴേ വരുള്ളൂ. അത് വാങ്ങിക്കാൻ വേണ്ടി വരും, ക്യൂവിൽ നിന്ന് വരും. ആദ്യം 1 രൂപയുടെ റേഷനരി വാങ്ങിക്കും, 10 രൂപയുടെ കുപ്പിവെള്ളവും വാങ്ങിക്കും, അമ്മ ഉണവകത്തിൻ്റെ 3 രൂപയുടെ 3 രൂപയ്ക്ക് 3 ഇഡ്ഡലിയും വാങ്ങിക്കും, 5 രൂപയ്ക്ക് സാമ്പാർ സാധവും വാങ്ങിക്കും, 3 രൂപയുടെ തൈര് സാധവും വാങ്ങിക്കും. ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഇലക്ഷൻ നിൽക്കും. അപ്പോഴേ നിൽക്കുള്ളൂ. അപ്പോഴേ നിൽക്കുള്ളൂ. നിൽക്കില്ല എന്ന് പറയണല്ലോ. ഇല്ലല്ലോ, നിൽക്കില്ല എന്ന് പറയുന്നില്ലല്ലോ, നിൽക്കും. തലക്കെട്ട് ഉർവശി ഇലക്ഷന് നിൽക്കും. നിൽക്കും. എപ്പോ? ഈ പറഞ്ഞ ലിസ്റ്റുകളൊക്കെ നമ്മൾ വരുന്ന കാലത്ത് ക്യൂവിൽ നിന്നത് വാങ്ങിച്ചിട്ട് നിൽക്കും. അതാണ് നേരെ പോകും, നേരെ നിയമസഭയിലോട്ട് പോകും. പോയിട്ട് അങ്ങ് ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ ഇത് പ്രസ് ക്ലബിൽ നല്ലൊരു മറുപടിയായിരുന്നു. അതെല്ലാവരും ഭയങ്കര ചിരിയായി. ഞാൻ കണ്ട് കുറെ ചിരിച്ചു. ഞാൻ വീട്ടിലും എടുത്തിട്ട് കാണിച്ചു കൊടുത്തു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് ചോറിട്ട് ഏമ്പക്കം വിട്ടതിന് ശേഷം മതിയോ എന്ന് ചോദിച്ചു. അത് അങ്ങനെ ചോദിക്കാനുള്ള ഒരു സംഭവം അപ്പൊ പെട്ടെന്ന് മനസ്സിൽ തോന്നിയതാണോ? അല്ലോ, സത്യമായിട്ട് ഞാൻ കട്ടക്കാപ്പിയെ കുടിച്ചോളൂ. പ്രസ് ക്ലബിൽ നിന്ന് എല്ലാവരും പോകുന്നതിന് മുമ്പ് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്തപ്പെട്ട് വരുമായിരുന്നു. അപ്പോൾ മുട്ടക്കറിയും വേസ്റ്റ് ആയിപ്പോയി. അത് എനിക്കൊരു വലിയ വൈക്ലഭ്യമായി. അത് തിന്നാൻ സമ്മതിച്ചില്ല. അത് ഐശ്വര്യ എന്നും പറഞ്ഞൊരു പെണ്ണായിരുന്നു, എന്നെ വിളിച്ചോണ്ട് പോയി. നമ്മുടെ PR ഐശ്വര്യ, അവള് വിളിച്ചോണ്ട്. അപ്പൊ ഒക്കെ പിന്നെ തിന്നാം, ഒന്ന് അങ്ങോട്ട് വരണം, പ്രസ് ക്ലബിൽ ആള് വെയിറ്റ് ആക്കിയെന്ന് പറഞ്ഞു. അപ്പൊ എടുത്തോണ്ട് പോയി. ഒരപ്പത്തിന്റെ ശാപം അവിടെ തലയിൽ കിടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ 2 അപ്പവും മുട്ടക്കറിയുടെ ശാപം നീ എന്നെ കൊണ്ടടിയെന്ന്. നീ ഇത് ആഗ്രഹിക്കുമ്പം ആൾക്കാർ തിന്നേച്ച് പോകും, നിനക്ക് കിട്ടത്തില്ല, കടയിൽ തീർന്നു. ഷോ, അവര് ദുഃഖത്തിന്റെ കണ്ണീരായി വരുന്നത്. അല്ല, അത്രയും ചിരിക്കണമെങ്കിൽ ചിരിച്ചുള്ള കണ്ണീര് വേണ്ടി എന്തായാലും അവസ്ഥ. അല്ലേ, അത് ഇത് നിങ്ങൾ ഈ ഇലക്ഷൻ നിങ്ങൾ 1 രൂപയുടെ അരി വിൽക്കുന്ന കാലത്തുള്ള കാര്യം ആലോചിച്ചിട്ട് ഒരു ദുഃഖമായിരിക്കും. അതിന്റെ ദുഃഖമാണ്. ദൈവമേ, ഇതൊക്കെ നടന്നിട്ട് ഞാൻ എന്നാ ഇലക്ഷൻ നിൽക്കുന്ന ഇവിടെ എന്നുള്ള ഇത് ദുഃഖത്തിന്റെ കണ്ണീരാകട്ടെ ഇത്. അപ്പൊ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെയല്ല പറഞ്ഞത്, ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുടെ കണ്ണീരും കൂടെ അതുകൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ അപ്പം മുട്ടക്കറിയിലും വരാം. അപ്പോ ആ മുട്ടക്കറി പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് വെറുമേറ്റി ഇരിക്കുമ്പോഴാ 12:15 ഇലക്ഷന് നിൽക്കൂ എന്നുള്ള ചോദ്യം. അതിന് പിന്നെ എന്തോ പറയണ മറുപടി, വെറുമേറ്റി ഏമ്പക്കം വന്നോണ്ടിരിക്കുക കാറ്റുകൊണ്ട്. അത് അദ്ദേഹത്തിന്റെ മുഖം ഞാൻ കണ്ടില്ല, ചോദിച്ചാലുണ്ട്. ഞാൻ നോക്കിയിരിക്കുക, തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിന്റെ നടന്നിരിക്കും ഞാൻ. ചോദ്യം എന്നെ വെറുമേറ്റി ചോദിച്ച ആ വ്യക്തി ആരാണ്? ഇത് തിരുവനന്തപുരം പ്രസ് ക്ലബിലേക്ക് അയച്ചു കൊടുക്കും. ഒരു പടം അയച്ചു കാണിച്ചു കൊടുക്കാനാണ്. ഒരു അപ്പം മുട്ടക്കറിയുടെ കൊട്ടേഷൻ ഉണ്ട് പുള്ളിക്ക്. അതറിയാൻ വേണ്ടിയാണ് ഞാൻ പ്രസ് ക്ലബിൽ അദ്ദേഹത്തിന്റെ പ്രവീൺ കുമാർ സാറിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാർ, ആ പുള്ളിയുടെ ഫോട്ടോ ഒന്ന് അയച്ചു തരണം എനിക്ക് വാട്സപ്പിൽ. 2 അപ്പം ഒരു മുട്ടക്കറിയുടെ ചെറിയ കൊട്ടേഷൻ പുള്ളിക്ക് കൊടുക്കും ഞാൻ. പക്ഷെ അത് പറഞ്ഞപ്പോ അവിടുത്തെ ഒരു ചിരി ഉണ്ടായിരുന്നു. അതാണ് എല്ലാവരും കൂടി ചിരിച്ചെന്നുള്ളതാണ്. അവര് ചിരിക്കാൻ വേണ്ടി മാത്രം ചോദിച്ചതെന്ന് എനിക്കറിയാം. സീരിയസ് അല്ല, ഒന്നുമല്ല. ഞാൻ ഗൗരവത്തിൽ ഇരുന്ന് പറയുന്ന കേട്ടപ്പോ എന്താ ഒരു റിലീഫിന് എന്താ ഒരു ചിരിയില്ല, ഗൗരവമായിരുന്നു. ഞാൻ വളരെ ഗൗരവത്തിലാ പറഞ്ഞത്. അപ്പവും മുട്ടക്കറി വേസ്റ്റായി കിടക്കുക. അതിന്റെ ഒരു പൈസയും പോയി, അപ്പവും ഇല്ല, പൊട്ടക്കറിയും ഇല്ല. അപ്പൊ അതിന്റെ ഒരു ഗൗരവം മനസ്സിലുണ്ടായിരുന്നു. അതാണ് കാര്യം. അപ്പം അത് ഗംഭീരമായിട്ടുള്ള സംഭവമായിട്ട് പോയി എന്നുള്ള കാര്യമൊന്നുമില്ല. അതിന്റെ ഇടയ്ക്ക് തന്നെ ഇവിടെ അവാർഡ് മേടിക്കാൻ വന്നപ്പോൾ, ഫിലിം ഫെയറിന്റെ അവാർഡ് മേടിക്കാൻ, അതും ഒരു വാർത്ത പ്രാധാന്യമായി. എന്തുവാ? ഉർവശി ചേച്ചിക്ക് അവാർഡ് തന്നത് ഗൗരിയാണ്. ഒരു ഓൺലൈൻകാരുടെ ഒരു ചോദ്യം, എന്താ ഗൗരി എന്ന് പേരുള്ള ഒരു അവാർഡ് തന്നു?
പിന്നെന്തുവാ? അല്ല അങ്ങനെയുണ്ടോ? ഫിലിം ഫെയറിന്റെ പ്രോട്ടോക്കോളാണോ അതോ കേരള സർക്കാരിന്റെ? എന്തുവാ അത്? നിങ്ങളുടെ പത്രക്കാരുടെ അത് ഇടയ്ക്കുള്ളതാണ്. ഞാൻ അതിനകത്ത് ഭാഗമല്ല. അപ്പൊ അവിടെ ഒരു ചോദ്യം വരികയും രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറും. 2 ചോദ്യങ്ങൾ. അതെ, ഇന്ദ്രജിത്ത് എന്നുള്ള ആളാവാം, കാരണം രാവണന്റെ മോനായതുകൊണ്ട്. ഇന്ദ്രജിത്ത് അതാണോ? ഇന്ദ്രജിത്ത് കൂടെ തന്നെനിക്ക് പുള്ളിയെ തന്നത്. ആ പേര് വന്നുമില്ല അവിടെ. അത് വന്നുമില്ല. അതിന് പ്രാധാന്യം ആരും കൊടുത്തില്ല. എന്റെ ബൈക്ലബ്ബി അവിടെ അതിന് പ്രാധാന്യമില്ല. ഗൗരി എന്നുള്ള പേര്, പാർവതിയുടെ പേരുള്ളവരെ ഇവർക്ക് ഇഷ്ടമല്ല. ആരാ അത്? അവര് ഏത് ഗ്രൂപ്പാ കക്ഷികൾ? അവരറിയണമല്ലോ. അങ്ങനെ ഒരു ചോദ്യം ആ ചോദ്യം ചോദിച്ച ആളിനെ എനിക്കറിയണം. ഗൗരി അതോ ആ കുട്ടി ആ പടത്തിലെല്ലാം മാവോയിസ്റ്റായിട്ട് അഭിനയിച്ചോണ്ടോ? മാവോയിസ്റ്റുകൾ അഭിനയിച്ച കുട്ടിയാണ്. അല്ല, അതിനകത്ത് ഉർവശി ചേച്ചിയുടെ മറുപടിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ചേച്ചി, ആർട്ടിസ്റ്റുകൾ എന്നും ക്യാമറ ആർട്ടിസ്റ്റുകളാണ്. അവിടെ പേരോ താഴെ നിൽക്കുന്ന മുകളിൽ നിൽക്കുന്ന ആളൊന്നും ഇല്ല, ഒന്നുമില്ല. പക്ഷെ അത് വലിയ വാർത്തയായി. മുഖ്യധാര മാധ്യമങ്ങൾ വരെ ഓൺലൈനിൽ വാർത്തയായി. മറ്റൊരു അവാർഡ് ദാന ചടങ്ങിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടായിരുന്നിട്ടും എനിക്ക് അവാർഡ് തന്ന ചാക്കോച്ചനാണ്. തൊട്ടടുത്ത് ഷീലാമ്മയ്ക്ക് അവാർഡ് കൊടുത്തപ്പോൾ അതേ മമ്മൂട്ടി കയറി വന്നു. എന്നിട്ട് എന്നെ ഇറങ്ങിപ്പോകാൻ സമ്മതിക്കാതെ അതിന് മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ ഞാൻ വേണമായിരുന്നു അതിന്. മനസ്സിലായില്ലേ? അപ്പം മമ്മൂട്ടിക്ക് മോഹൻലാലും അവാർഡ് എനിക്ക് തരാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് വല്ല മാനക്കേടും ഉണ്ട്. ഗൗരിയെ പോലെ ഒരാളുടെ നിന്ന് വാങ്ങിക്കാൻ എനിക്കൊരു മാനക്കേടുമില്ല. മനസ്സിലായില്ലേ? അതിൻ്റെ പേരാ ഉർവശി. അത്രേ ഉള്ളൂ. ഗൗരി എന്ന് പറഞ്ഞ പേരെനിക്ക് വലിയ ഇഷ്ടമാണ് തന്നെ. അതാരാ അവാർഡ് തന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് കിട്ടിയ അവാർഡ് ഫിലിം ഫെയർ ആണ്. അതെ അതെ അതെ. എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡാണ്, മുടങ്ങാതെ നടക്കുന്നു. പിന്നെ 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 വളരെ എല്ലാ ലാംഗ്വേജിലും കേരളത്തിൽ നടക്കുന്ന അഭിമാനമുള്ള മുഹൂർത്തമാണ് നമുക്ക്, പിന്നെ മലയാളികൾ. പിന്നെ 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 അപ്പൊ അത്തരം ഒരു ചോദ്യങ്ങളൊക്കെ വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇത്തരം ചോദ്യങ്ങൾ വരുന്നിടത്ത് ആ ചോദ്യം എന്താ വരാത്തതെന്നും കൂടെ ചോദിക്കണം. അത്തരം വേദികളിൽ എന്താ അങ്ങനെ ഉർവശിക്ക് എന്താ ഇങ്ങനെ കൊടുത്തത്, അവരായിരുന്നില്ലേ കൊടുക്കേണ്ടത് എന്ന് ചോദ്യമില്ലാതെ അല്ലാത്തൊരു ആർട്ടിസ്റ്റ് കൊടുക്കുമ്പോൾ ഇവരെന്തിനാ ചോദിക്കുന്നതെന്നുള്ള ഈ വേർതിരിവ് പത്രക്കാരുടെ ഇടയ്ക്ക് വരരുത്, വരാൻ പാടില്ല. വരുന്നെങ്കിൽ എല്ലാം ഒരുപോലെ വരണം. പക്ഷപാതപരമായ അത്തരം ചോദ്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ആ മറുപടി ഞാൻ പറഞ്ഞ മുഖ്യധാര മാധ്യമങ്ങൾ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എഴുതിയ കേട്ടോ. അതാണ് തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് എഴുതി. ചേച്ചി ഈ പറഞ്ഞ പോലെ ഞാനാണ് ഉർവശി എന്നല്ല, അതാണ് ഉർവശി എന്ന് കാണിച്ചു മുഖ്യധാര മാധ്യമങ്ങൾ. ഞാൻ എപ്പോ എല്ലാ കാലത്തും എന്നെ കുത്തി നോക്കിക്കുമ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ സന്തോഷമായിട്ടല്ലേ ഇരുന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ വേറൊരു വ്യക്തിയാണ്. എൻ്റെ വ്യക്തിത്വം വേറെയാണ്. ആ വ്യക്തിത്വമാണ് ഈ ഇവിടെ വരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇഷ്ടവും അങ്ങനത്തെ ഉർവശിനെയാണ്. അന്നും ഇന്നും കാണുന്ന ഒരാളാണ് ഞാൻ. അങ്ങനത്തെ ആളെയാണ് നമുക്കിഷ്ടം. പുതിയ പ്രൊജക്റ്റ് ഏതാണ്? പുതിയത് ഒരുപാടുണ്ട്. നമുക്കിപ്പം ജഗദമ്മ വരിക, ജഗദമ്മയെ ആൾക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ. കൂടെ ഒന്ന് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് കഴിഞ്ഞിട്ടുണ്ട്, അറിയാമല്ലോ. അലിക്ക് ആശ, മലയാളത്തിലെ അടുത്ത റിലീസ് ആശ, അതും ഉടനെ ഉണ്ടാവും. അതും വലിയ ക്യാരക്ടറാണ് ചെയ്തേക്കണം. പിന്നെ തീർച്ചയായിട്ടും മനോഹരമായിട്ട് നല്ല ഒരു സിനിമയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമയാണത്. പിന്നെ അങ്ങോട്ടുണ്ട് സിനിമകൾ മലയാളത്തിൽ. അതെല്ലാം പലതും പുതിയ ഡയറക്ടേഴ്സിൻ്റെയും പുതിയ ആൾക്കാരുടെയുമാണ്. അവരുടെ ഒപ്പം സഞ്ചരിക്കുന്നതിൽ ഒരു ത്രില്ലുണ്ട്. അതാണ്. പിന്നെ തമിഴും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നല്ല പിന്നെ ചില വാർത്തകൾ കേൾക്കുന്നു പറഞ്ഞാൽ കർണാടക കോർപ്പറേഷൻ എനിക്ക് ഒരു അവാർഡ് തരുന്നുണ്ട്. അത് മാർച്ച് 8-ാം തീയതി വിമൻസ് ഡേ. അത് 1,00,000 രൂപയുടെ പുരസ്കാരവും കീർത്തിപത്രവും ഒക്കെ തരുന്നുണ്ട്. ആദ്യമായിട്ടാണ്. കാരണം പലപ്പോഴും മുൻപ് കർണാടക സർക്കാരിൻ്റെ ബെസ്റ്റ് ആക്ട്രസിന് വേണ്ടിയൊക്കെ സെലക്ഷന് പോകുമ്പോൾ തമിഴിൽ നിന്നും വന്ന നടിയാണ് എന്നുള്ള ഒരു ടോക്ക് അന്ന് അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ആ സിനിമകൾ അയക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടുത്തെ സർക്കാർ അവാർഡുകൾക്ക് സിറ്റിയുടെ നടുക്ക് ഹൃദയഭാഗത്ത് വസ്തു കൊടുക്കുകയാണ് പതിവ്. പ്രോപ്പർട്ടി, വീട് വയ്ക്കാനുള്ള പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ സിനിമ ഏറ്റവും കൂടുതൽ കന്നഡ സിനിമ അവരുടെ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുകയും ബെസ്റ്റ് ഫിലിമിന് പിന്നെ 15 ലക്ഷം ആണെങ്കിൽ ആ സിനിമ എടുത്ത പ്രൊഡ്യൂസർക്ക് 25 ലക്ഷം, അങ്ങനെയൊക്കെയുള്ള അവാർഡ് കൊടുക്കുന്ന ഇൻഡസ്ട്രി കന്നഡം മാത്രമേ ഉള്ളൂ. ഒരുപാട് പേർക്ക് അറിയില്ല അത്. അപ്പം അങ്ങനെ അവാർഡ് കിട്ടുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും നല്ല ഏരിയയിലാണ് വീട് വയ്ക്കാൻ പ്രോപ്പർട്ടി കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയത് എന്നെ അറിയിച്ചത് വിനയപ്രസാദാണ്. വിനയ് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ കോർപ്പറേഷൻ നിങ്ങളെ ആദരിക്കുന്നു.
അപ്പോൾ എനിക്ക് അത് കിട്ടിയിരിക്കുന്നതൊക്കെ വലിയ വലിയ ശരിക്കും കന്നഡ ആക്ട്രസസിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് ആദ്യമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ വലിയ സന്തോഷമാണ് എനിക്കത്. അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് ഒത്തിരി അവാർഡ്. ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ജയറാമേട്ടൻ്റെ ഇൻ്റർവ്യൂ എടുത്തിരുന്നു ഞാൻ, ആശകളായിരുന്നു. അപ്പം ഞാൻ ജയറാമേട്ടനോട് ചോദിച്ചു, ജയറാമേട്ടൻ്റെ കൂടെ ഒത്തിരി ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്, അപ്പം ജയറാമേട്ടൻ എപ്പോഴും അപ്പോൾ എല്ലാവരും, പക്ഷേ ഞാനും പൊടിയും കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം വേറെയാണെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് പറഞ്ഞ് അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അത് ഞാൻ ചോദിക്കാനുള്ള കാരണം, ഒരു തമിഴ്നാട്ടിൽ ഒരുമിച്ച് അവാർഡ് വാങ്ങാൻ പോയില്ല ഭാഗ്യരാജ്, അവിടെ ഒരു അത് വെച്ച് വന്നപ്പോൾ ആ ജയറാമേട്ടൻ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, അത്ഭുതപ്പെടുത്തിയതിന് അപ്പുറത്തേക്ക് ഒരു സ്നേഹം വീണ്ടും കൂടുകയായിരുന്നു ചെയ്തു ചേച്ചി. ജയറാമേട്ടൻ പറഞ്ഞാണ്, എനിക്ക് ഉർവശിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കംഫർട്ട് വേറെ ആരുടെ കൂടെ ഉണ്ടാവില്ല. അതെങ്ങനെ ഓർത്തെടുക്കണം? അയ്യോ, പിന്നെ അതെപ്പോഴും എപ്പോഴും പറയുന്ന വാക്കല്ലേ ജയറാം, എത്രയോ കാലം കൊണ്ട് പറയുകയല്ലേ. ഞങ്ങൾക്കത് പറയുമ്പോൾ മറ്റാരും ഒന്നും തെറ്റിദ്ധരിക്കൂല്ല. അല്ല മറ്റു നായകന്മാർക്ക് വിഷമം വരുമോന്ന്, പിന്നെ ഞാനോ മറ്റു നായകന്മാർക്ക് പ്രശ്നമുണ്ടോയെന്ന് ജയറാമോ ചിന്തിക്കാറില്ല. കാരണം അവർക്കും അറിയാം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള പടങ്ങൾ അത്തരം ഒരു സ്വഭാവമുള്ള സിനിമകളാണ്. രണ്ടുപേരും ഈക്വലായിട്ട് ഫീമെയിൽ ഓറിയൻറ്റഡ് വെപ്പേ ഉള്ളൂ, പക്ഷെ സിനിമ കണ്ടിറങ്ങുമ്പോൾ രണ്ടുപേരും ഒരുപോലെ തുല്യമായിട്ട് നിൽക്കും. അങ്ങനത്തെ സിനിമകളാണ്. ജയറാം നല്ല കോൺഫിഡൻറ്റ് ആയിട്ടുള്ള നടനാണ്. എപ്പോഴും നല്ല കോൺഫിഡൻസ് ഉണ്ട് ജയറാമിന്. അയ്യോ പിന്നെ നായിക എങ്ങനെ ആയാൽ ഞാൻ കുറഞ്ഞു പോകും എന്ന് ചിന്തിക്കുന്ന ഒരാളേ അല്ല ജയറാം. പിന്നെ വെച്ചാൽ കറക്റ്റായിട്ട് ഞാൻ അഭിനയിക്കുന്ന മീറ്റർ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാൻ ജയറാം എന്നുള്ളതാണ്. ഞാൻ വിട്ടുപോയാലും ജയറാം അത് ഓർമ്മിപ്പിക്കും. അതുപോലെ തന്നെ ആ സീൻ ഡെവലപ്പ് ചെയ്യുമ്പം ഞാനില്ലെങ്കിൽ പോലും അയ്യോ അത് പൊടി ഇങ്ങനെ അഭിനയിച്ചാൽ നന്നായിരിക്കും, എന്നിട്ട് ആ ഡയലോഗ് പൊടി പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആവുന്ന ഒരാളാണ് ജയറാം. അപ്പോൾ എനിക്കിപ്പോഴും ഞങ്ങളിപ്പോൾ ഒരു പാണ്ഡ്യരാജൻ്റെ ഒരു തമിഴ് പടം ചെയ്യുകയാണ്, ഫിനിഷ് ചെയ്തു പടം. അപ്പോൾ അത് ഓരോ സീനും ചെയ്യുമ്പം ആ ഡയറക്ടർക്ക് ഭയങ്കര അത്ഭുതമാണ്. പുള്ളി ഓരോ സീൻ കഴിഞ്ഞിട്ട് പുള്ളി ക്യാമറ കട്ട് ചെയ്ത് ചിരിച്ചുകൊണ്ടിരിക്കും അവർ. അത്ര നല്ല സീക്വൻസും ഉണ്ട്. അപ്പോൾ വീണ്ടും അത് പാർവതിക്കും അത് കേൾക്കുമ്പോഴാണ്, കാരണം ഞങ്ങൾ മൂന്നുപേരും അത്രയും തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഒരു നല്ല സൗഹൃദം എന്നും നിലനിൽക്കുന്നു. അത് വളരെ റെയറാണ് ഞാൻ സിനിമയിൽ കണ്ടതിൽ. അത്തരം ഈ നിലനിൽക്കുന്ന സൗഹൃദങ്ങൾ സിനിമയിൽ ഇല്ല എന്നെല്ലാവരും പറയും. കാരണം കുറച്ചു കാലം കഴിയുമ്പോൾ പലരും സിനിമയിൽ നിന്ന് ഇല്ലാതാവും, പലരും സെറ്റിലാവും, സ്ത്രീകളാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. അത് കണ്ടിന്യൂ ചെയ്ത് ഇതുവരെയും പോകാൻ സാധിക്കുന്നു ഒരുപോലെ എന്ന് പറയുന്ന വലിയൊരു സംഭവമല്ലേ. അത് വലിയ സന്തോഷമാണ്. അത് ജയറാമേട്ടൻ അത് കൃത്യമായിട്ട് പറഞ്ഞു, അതാണ് ഞാൻ പെട്ടെന്ന് ഓർത്ത വന്നത്. അതെ അതെ അതെ. എന്തായാലും ജഗദമ്മ സൂപ്പർ ഹിറ്റ് ആണ്. നമ്മുടെ പ്രാർത്ഥന അതാണ്, നമ്മുടെ ആഗ്രഹം അതാണ്. പ്രേക്ഷകരുടെ കയ്യിലേക്കാണ് നമ്മൾ സിനിമ വരുന്നത്. പക്ഷേ ഈ സിനിമ ഞാനൊരു കണ്ട ഒരു വ്യക്തിയായിട്ട് പറയുകയാണ്, ഈ സിനിമ ഇഷ്ടപ്പെടും. ഞാൻ അന്ന് കുറച്ച് പേർക്ക് വേണ്ടി നമ്മൾ തിയേറ്ററിൽ 2 ദിവസം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ടു ആ സിനിമ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ ഇറങ്ങേണ്ട സമയമല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ വീണ്ടും ഇറക്കുമ്പോൾ ഉള്ള സിനിമയ്ക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് ഉറപ്പ് പറയാം. എൻ്റെ ഉർവശി ചേച്ചി ചെയ്തു വെച്ച കഥാപാത്രം അതാണ്. അപ്പം എനിക്ക് എൻ്റെ അയൽവക്കത്ത് ഇങ്ങനെ ഒരാളുണ്ട്, ഒരു ജഗദമ്മ ഉണ്ടെന്ന് എനിക്ക് ആ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ തോന്നും. അങ്ങനെ ഇറങ്ങുന്ന പ്രേക്ഷകർക്ക് തോന്നാവുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. സൂപ്പർ ഹിറ്റായിട്ട് ചേച്ചി. എന്തായാലും കുറേ നേരം നമ്മൾ സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, എല്ലാത്തിനുള്ള മറുപടി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടാകും ഈ സിനിമയുടെ വിജയത്തിനും. എന്താവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഒത്തിരി സന്തോഷം. താങ്ക് യു.